ശ്രീ കെ വത്സരാജ്. സർ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കയ്പമംഗലം നിയോജക മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66-ൻ്റെ നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പള്ളിനട ഭാഗത്ത് അണ്ടർപാസ് ഇല്ലാത്തതിനാൽ സാധാരണക്കാരായ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയിലാണിപ്പോൾ. പള്ളിനട ജംഗ്ഷനിൽ റോഡിൻ്റെ കിഴക്ക് ഭാഗത്ത് വില്ലേജ് ഓഫീസ്, നിർദ്ദിഷ്ട മിനി സിവിൽ സ്റ്റേഷൻ, റേഷൻ കട ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, MLA ഓഫീസ്, സഹകരണ ബാങ്ക് ഉൾപ്പെടെയുള്ളവ സ്ഥിതി ചെയ്യുന്നുണ്ട്. ധാരാളം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്നൊരു മേഖലയാണ്. ഇവർക്ക് പരസ്പരം സഞ്ചരിക്കേണ്ട സാഹചര്യമുണ്ട്. 1 കിലോമീറ്റർ വടക്കോട്ടോ തെക്കോട്ടോ പോയാൽ മാത്രമാണ് അണ്ടർപാസ് നിലവിലുള്ളത്. ഇതുമൂലം വിദ്യാർത്ഥികളും തൊഴിലാളികളും അതുപോലെ തന്നെ വൃദ്ധജനങ്ങൾ ഉൾപ്പെടെ റോഡിൽ മരക്കോണി ചാരി വെച്ച് അതിലൂടെ കയറി റോഡ് കുറുകെ കടക്കുന്ന സ്ഥിതിയാണിപ്പോൾ ഉള്ളത്. ഇത് വലിയ അപകടങ്ങൾ വരുത്തിവെക്കും എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. MLAയും ജനപ്രതിനിധികളും നിരന്തരമായി ബന്ധപ്പെട്ടിട്ടും ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് അനുവദിച്ചിട്ടില്ല. പാലത്തിൻ്റെ കുറുകെ ഒരു നടപ്പാത തത്വത്തിൽ അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ സ്ഥലം ഏറ്റെടുപ്പും മറ്റു കാര്യങ്ങളും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ആയതിനാൽ ഇവിടെ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് ഈ അണ്ടർപാസ് അനുവദിക്കുന്നതിലൂടെയാണ്. ഇതേ ആവശ്യം ഉന്നയിച്ച് കൊടുങ്ങല്ലൂരിൽ പോലീസ് സർക്കിൾ ഓഫീസിൻ്റെ പരിസരത്ത് ഏറ്റവും അവസാനമായിട്ട് അണ്ടർപാസ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു അണ്ടർപാസ് അനുവദിച്ച് അവിടുത്തെ ജനങ്ങളുടെ പ്രയാസത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കാനുള്ളത്. സർ, സംസ്ഥാനത്തെ ദേശീയപാത 66-ൻ്റെ നിർമ്മാണം ദേശീയപാത അതോറിറ്റിയുടെ സാങ്കേതിക മേൽനോട്ടത്തിലാണ് നടപ്പിലാക്കുന്നത്. പുതുതായി അടിപ്പാതകൾ നിർമ്മിക്കുന്നതിനുള്ള ചേഞ്ച് ഓഫ് സ്കോപ്പ് പ്രൊപ്പോസലുകൾക്ക് അംഗീകാരം നൽകുന്നതിനുള്ള വിവേചനാധികാരം ദേശീയപാത അതോറിറ്റിയിൽ ആണ് നിക്ഷിപ്തമാണ്. ദേശീയപാത 66 പള്ളിയറ ഭാഗത്ത് പ്രധാന റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അതിനാൽ ഈ ഘട്ടത്തിൽ ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നത് നിലവിൽ അംഗീകരിച്ചിട്ടുള്ള പ്രൊജക്ട് പ്ലാനിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ജനപ്രതിനിധികളും പ്രദേശവാസികളും ഉന്നയിച്ച ആശങ്കകൾ പരിഗണിച്ചുകൊണ്ട് കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുന്നതിനായി പള്ളിനടയിൽ കിലോമീറ്റർ 390/860 ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് നടപ്പാൽ നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് ദേശീയപാത അതോറിറ്റി തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ച കാര്യം നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം. ഇല്ലെങ്കിൽ അവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി അതിന് ഫുട് ഓവർ ബ്രിഡ്ജിനാണ് അംഗീകാരം നൽകിയിട്ടുള്ളത് കൂടി അറിയിക്കുകയാണ്.